എന്നും വ്യക്തമാക്കി. ജനം, കൊല്ലം. പശ്ചിമേഷ്യൻ സംഘർഷവും തുടർന്നുള്ള പ്രതിസന്ധികളും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകാനായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, അല്പസമയത്തിനകം തന്നെ സർവകക്ഷി യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? നന്ദൻ. പാർലമെന്റിൽ തന്നെയാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാടും അതേപോലെ തന്നെ സുരക്ഷാ മുൻകരുതലുകളും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായി ഈ സർവകക്ഷി യോഗത്തിന്റെ ഉദ്ദേശം. ഒപ്പം തന്നെ പേർഷ്യൻ ഗൾഫിനെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ, അതേപോലെ തന്നെ പാചകവാതകം, വളം എന്നിവയുടെ വിതരണത്തിലുണ്ടായ തടസ്സങ്ങൾ, അതും ഇന്നിപ്പോൾ മന്ത്രി ഈ യോഗത്തിൽ വിവരിക്കും. പ്രവാസികളുടെ ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്ന ഏകദേശം 1 കോടിയോളം വരുന്ന ഇന്ത്യക്കാരുടെ, പ്രവാസി ഭാരതീയരുടെ സുരക്ഷയും അതേപോലെ തന്നെ അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം പ്രതിസന്ധികൾ നേരിടുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ നേരിടണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകണമെന്നുള്ള ആഹ്വാനവും ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാകും. ശരി നന്ദൻ. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കാര്യാലയം ദീൻദയാൽ ഭവൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ജില്ലാ കാര്യാലയം BJPയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും നേതൃത്വം വ്യക്തമാക്കി.